ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ വിചാരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് കയറും സ്വാഗതം. അപ്പോൾ ഇന്ന് പുറത്താകട്ടെ വീഡിയോ എന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുറേ നാളായിട്ട് കാണാതായ സൂര്യൻ നല്ല ക്ലൈമറ്റ്, അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങി വീഡിയോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസൈലം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും മറ്റൊരു ആപ്പുമായിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെ നമുക്ക് തന്നെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രം. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇപ്പോൾ അസൈലം സീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അസൈലം അപ്ലിക്കേഷൻ ഇടുന്നതിൻ്റെ എണ്ണം ഇരട്ടിച്ചു എന്നുള്ള ഒരു വാർത്തയാണ്, ഒരു ലീക്ക്ഡ് ന്യൂസാണ് കഴിഞ്ഞ ദിവസം ഡെയിലി മെയിലിൽ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആശങ്ക ആർക്കാണ്? ഹോം ഓഫീസിന് എന്തായാലും ആശങ്കയുണ്ട്, അതിന് പുറമെ നമുക്ക് ഒരു ആശങ്കയുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് UK സ്റ്റുഡൻറ്റ് വിസ കയ്യാലപ്പുറത്താണ്. അതിപ്പോൾ ഏകദേശം പണികൾ നമുക്ക് ഏകദേശം എന്തൊക്കെയാണ് കിട്ടിയെന്ന് എല്ലാവർക്കും അറിയാം. അതിന് പുറമെയാണ് അടുത്ത പണിയാവാനുള്ള ചാൻസ് ഉള്ള ഒരു സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചാനൽ ഇൻഫോർമേറ്റീവ് എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷനിലേക്ക് എന്നെ പ്ലീസ് ഷെയർ ചെയ്യ വീഡിയോ സ്വാഗതം. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് മറ്റൊരു പാരയുമായിട്ട് ഇൻ്റർനാഷണൽ, അതായത് നമ്മളെ തന്നെയാണ് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സമയത്ത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസും ഡിപ്പെൻഡൻസിനും കയറി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരുപാട് പേര് കയറി വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം മിസ്യൂസ് ചെയ്തു. പലരും വന്നിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എടുക്കാതെ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഷോർട്ടേജ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആകെ ട്രൈ ചെയ്തിരിക്കുന്ന കെയർ വിസ മാത്രമാണ്. സോ അവിടെയൊക്കെ കുറേ ചൂഷണങ്ങളും സ്റ്റുഡൻറ്റ് വിസയിലും ചൂഷണങ്ങളും. കാരണം വെച്ചാൽ പല യൂണിവേഴ്സിറ്റികൾ ആൾക്കാരെ കയറ്റി വിടാൻ വേണ്ടി മാത്രം, ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇങ്ങോട്ട് കടക്കാനുള്ളൊരു വഴി മാത്രമായിട്ട് ഈ സ്റ്റുഡൻറ്റ് വിസയെ കണക്കാക്കി, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി തുറന്നു കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഓഫീസ് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുന്നതും അതിനെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു. ഫസ്റ്റ് തന്നെ സ്റ്റുഡൻസിന് മറ്റ് വിസയിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. കാരണം ഇവിടെ വരുന്ന സ്റ്റുഡൻസ് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വരാൻ വേണ്ടി മാത്രം യൂണിവേഴ്സിറ്റി തന്നെ സഹായിച്ചു. സ്റ്റുഡൻസ് അതേപോലെ ചെയ്തു ഇവിടെ വന്നു, കോഴ്സ് ഡ്രോപ്പ് ചെയ്തു, അവർക്കൊക്കെ ഇപ്പോൾ പണി കിട്ടി തുടങ്ങി, എല്ലാവർക്കും പണി കിട്ടി തുടങ്ങി. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസുമായിട്ട് വന്നിട്ട് ഇവിടെ നമുക്കറിയാം ഒരുപാട് ഡിപ്പെൻഡൻസ് വർദ്ധിച്ചു. വരുന്നവരെല്ലാവരും ഇതേപോലെ കെയർ വിസയും പെട്ടെന്ന് മറ്റ് വിസകളിലേക്ക് എടുത്ത് മാറുക ചാൻസ് ഉണ്ടായിരുന്നു അല്ലേ. പിന്നെ അതിന് പുറമെ നമുക്കറിയാം സാലറി ത്രഷോൾഡ് ഉയർത്തി ഇവിടെയുള്ള സ്റ്റുഡൻസിനും ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കും ജോലി കിട്ടുന്നതിന് തന്നെ ഒരു ബുദ്ധിമുട്ടിൽ ആക്കി. ഇതൊക്കെ ഇവിടെ സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ നല്ല രീതിയിൽ വർധനവുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അത്രയും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, സ്റ്റുഡൻസിനെ നമ്മൾക്ക് ഒന്നും പറയാനും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റെസ്ട്രിക്ഷൻ വന്നപ്പോൾ അവർക്ക് വേറെ വഴിയുമില്ല. അപ്പോൾ പലരും വിചാരിച്ചു അസൈലം ഇടാമെന്ന്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് മുട്ടം പണി. എനിക്ക് തോന്നുന്നു സ്റ്റുഡൻസിന് ഇനി IELTS ഇല്ലെങ്കിൽ മറ്റുള്ള മാനദണ്ഡങ്ങളും, അതായത് ഇവിടെ വരുന്ന സ്റ്റുഡൻസ്, അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെയുള്ള ജോബുകൾ കിട്ടില്ല, ഇവിടെ ജോബ് മീൻസ് അവർക്ക് കിട്ടില്ല എന്ന് മനസ്സിലായവരാണല്ലോ മാറിയിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ ഇനി വരുന്ന സമയത്ത് ഒരു IELTS പോലുള്ള ലാംഗ്വേജ് ടെസ്റ്റോ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓസ്ട്രേലിയയിലൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എക്സാമുകൾ സ്റ്റുഡൻസിന്, അതൊക്കെ ചിലപ്പോൾ ഇനി കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതേപോലെ വരുന്ന സ്റ്റുഡൻസ് എല്ലാം അസൈലം, അപ്പോൾ ഇവർക്കൊരു ക്വാളിറ്റി ഇല്ലയെന്ന് ഗവൺമെൻറ്റിന് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ടെസ്റ്റുകളും വീണ്ടും കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൾ UK സ്റ്റുഡൻസിന് വരാനായിട്ട് വരുന്നു. കാരണം ഇവിടെ വന്നിട്ട് ഇതുവരെ കേൾവിയില്ലാത്ത ഒരു കാര്യമാണ് അസൈലം ഇടുക എന്നുള്ളത്. ഈ അസൈലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റെഫ്യൂജി, ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ശരിക്കും അഭയാർത്ഥി എന്നൊക്കെ പറയൂലേ. അതായത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയോ പ്രോബ്ലം കൊണ്ട് നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട്, അവിടെ തിരിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഈ ഒരു രാജ്യം അഭയം തരണം എന്നുള്ള രീതിയിലാണ് ഈ അഭയാർത്ഥി വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ അഭയാർത്ഥി വിസ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്കില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറേ നിങ്ങൾ ലിസ്റ്റ് ചെയ്യണം, 6,000 മേലെ ആൾക്കാരാണ് അഭയാർത്ഥി വിസയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഭയാർത്ഥി വിസ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനും ബംഗ്ലാദേശും അങ്ങനെയുള്ളവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ശ്രീലങ്കൻസിന് കൊടുക്കും. ശ്രീലങ്കൻസ് ഇപ്പോൾ കൊടുക്കുമെന്ന് എനിക്കറിയില്ല, പണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. അതുപോലെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും 800 വിസ, 6,500 വിസ അപ്ലൈ ചെയ്തതിൽ 800 വിസ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അഭയാർത്ഥികളെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നിയമവും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങാനും അഭയാർത്ഥി വിസ ഇട്ട് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇന്ത്യക്കാർക്ക്. നിങ്ങൾ ഡീപ്പോർട്ട് ചെയ്യും എന്തായാലും. അത് റുവാണ്ടയിലേക്കായിരിക്കും കൊണ്ടുപോവുക. ഒരു UK വന്നിട്ട് ലാസ്റ്റ് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ പോയിട്ട് നിങ്ങൾ ഇരിക്കേണ്ടതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്.
ചെയ്യുന്നുണ്ട്. ഇത് വീഡിയോ ചെയ്യാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ അത് ചെയ്യാറുണ്ടോ എന്നുള്ളൂ. എന്ത് മലയാളികളടക്കം നമ്മുടെ അടുത്ത് കഴിഞ്ഞിടയിൽ ഞാൻ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളടക്കം നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ചേട്ടാ അസൈലം വിസ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാൾ പറഞ്ഞു അത് ഇട്ടാൽ കൊള്ളാം, ഇല്ലെങ്കിൽ അസൈലം വിസ കിട്ടുമോ, അസൈലം വിസ എന്താണ്, ഇല്ലെങ്കിൽ ഇവിടെ പറയുന്ന അസൈലം വിസ നമുക്ക് അപ്ലൈ ചെയ്ത് തരാൻ പറ്റും, നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്തു. കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കോളുകളും വന്നു. സ്റ്റുഡൻസിന് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വഴിക്ക് പോകുന്നത്. കാരണം കട്ടേൽമെൻറ്റ് ലെറ്റേഴ്സ് വരുന്നു, ഫീസ് അടയ്ക്കാതിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്, പറ്റാതിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഏജൻസിയുടെ വായ്ത്താളം കേട്ട് ഇല്ലെങ്കിൽ ഏജൻസിയുടെയും വിളമ്പി നാട്ടുകാരെ എന്താ പറയുക വിളിച്ചുകൊണ്ട് വന്ന് ഇതേപോലെ കട്ടേൽമെൻറ്റ് ലെറ്റേഴ്സ് വന്ന് ബുദ്ധിമുട്ടിലാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ അവർക്ക് വേറെ വഴിയില്ല. അവർ ഈ അസൈലം എന്തെങ്കിലും ഒരു വഴി നോക്കുമ്പോൾ അസൈലം വല്ലവരും പറയും. ഒരു കാര്യം നിങ്ങൾ ചോദിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പാകിസ്ഥാനി, ബംഗ്ലാദേശി, അതുപോലെ നമ്മുടെ എന്താ പറയുക ശ്രീലങ്കൻ ലോയേഴ്സിൻ്റെ, നേപ്പാൾ അങ്ങനെയുള്ള ലോയേഴ്സിൻ്റെ അടുത്തൊന്നും നിങ്ങൾ പോകരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ രാജ്യത്തിന് അസൈലം ഉണ്ട്, അവരുടെ രാജ്യത്തിന് അസൈലം കിട്ടും. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അസൈലം കിട്ടാൻ പ്രാപ്തരായിട്ടുള്ള ഒരു രാജ്യമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ഡെവലപ്പിംഗ് രാജ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ഇല്ലാന്നോ ഇനി എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ്. അതേപോലെ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാടോ ഇല്ലെങ്കിൽ ആന്ധ്രയിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ പോകും, ഇനി അവിടെ പ്രശ്നമുണ്ടെങ്കിൽ തമിഴ്നാട് കേരളത്തിലേക്ക് വരാൻ വേണ്ടി പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് അസൈലമില്ല. നിങ്ങൾ അസൈലത്തിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സോളിസിറ്റേഴ്സ്, മലയാളി സോളിസിറ്റേഴ്സിൻ്റെ അടുത്ത്, ഇന്ത്യൻ സോളിസിറ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പോവുക. ഓക്കെ, മറ്റ് വഴികൾ തേടുക. നിങ്ങൾ അസൈലം ഇട്ട് കഴിഞ്ഞാൽ റുവാണ്ടയിലേക്ക് പിടിച്ചുകൊണ്ട് വന്ന് ഇടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ബില്ല് പാസ്സായതും കൂടി കേൾക്കുക, മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കരുത്. ഒന്നാമത്തെ കേസ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ അസൈലൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ കൊണ്ടുവന്ന ഏജൻസിയും 24 മണിക്കൂറും പോസിറ്റീവ് മാത്രം വിളമ്പിയ നിങ്ങളുടെ ചങ്ക് മറ്റെന്താ പറയുക ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യും, എന്താണ് ഞങ്ങൾക്കിനി വഴി, ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ഇന്ന് രാവിലെ അടക്കം എനിക്ക് വന്ന കോളെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടേൽമെൻറ്റ് ലെറ്റർ വന്നു. യൂണിവേഴ്സിറ്റി പറയുന്നത് ഇനി ഒരു 7,000 പൗണ്ട് അടയ്ക്കുക. അവന് 7,000 പൗണ്ട് അടയ്ക്കാനെങ്കിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞു. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് 7,000 പൗണ്ട് കിട്ടിയാലും 10,000 പൗണ്ട് കൊടുത്താലും യൂണിവേഴ്സിറ്റി അവരെടുക്കുന്നില്ല. അപ്പോൾ അവർക്കൊരു വഴിയില്ല. അവർക്ക് യൂറോപ്പിലേക്ക് പോകാൻ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് വഴിയില്ല. മറ്റു രാജ്യത്തിൽ പോകാൻ പറ്റുമോ, അതിനും വഴിയില്ല. ആകെ ട്രാപ്പിഡായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. കെയർ വിസ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ കെയർ വിസ എവിടെ കിട്ടും? ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ഇവർക്ക് ഫീസ് അടയ്ക്കുമായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ കട്ടേൽമെൻറ്റ് ലെറ്റേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി തന്നെ കുറേ സ്റ്റാഫുകളെ പിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കുറവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ന്യൂസൊക്കെ ഇതൊക്കെ ഞാൻ പറയുന്ന ന്യൂസല്ല, ഇനിയിപ്പോൾ പറയുമ്പോൾ താഴ്ത്തു വരും ഇപ്പോൾ നെഗറ്റീവാണെന്നുള്ളത്. ഇത് നെഗറ്റീവ് എന്നല്ല, ന്യൂസ് ഇത് എഴുതാനും വായിക്കാനും അറിയുന്നവന് തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് വായിക്കുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നല്ല, നടക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരുമ്പോൾ തന്നെ പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്നവരും നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരും, പിന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയ പണിയല്ല, നിങ്ങൾക്ക് വേണ്ട പണി അത് കണ്ടുപിടിക്കാനും അതിനകത്തൊരു പാർട്ട് ടൈം ജോബ് നോക്കാനും ലാംഗ്വേജ്, ഈ സ്കിൽസ്, നോളജ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ ജോലികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജാഗ്വാറിലൊക്കെ ഡാറ്റാ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് കിട്ടിയവരെയും അതുപോലെ തന്നെ പല കമ്പനികളിലേക്ക് മാനേജിങ് റോളിലേക്ക് കിട്ടിയ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സാലറി ത്രഷോൾഡ് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ജോലികൾ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവരുടെയൊക്കെ ക്വാളിറ്റി ഇതാണ്. നമുക്ക് അക്സസ് ചെയ്യാൻ, നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളുടെ ക്വാളിഫിക്കേഷൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ഇതിന് വേണ്ടി നിൽക്കണോ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുക, നിങ്ങളെക്കുറിച്ച് തന്നെ മാർക്ക് ഇടുക. നമുക്ക് നടക്കുന്ന കാര്യമാണോ? നടക്കില്ല എന്ന് നമ്മൾ ഒരു മാർക്ക് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി മാക്സിമം പരിശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കിട്ടിയില്ലെങ്കിൽ പ്ലാൻ ബിയും സിയും കേട്ടുകൊണ്ടിരിക്കുക. പ്ലാൻ ബിയും സിയും വെക്കണം നമുക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ ലാസ്റ്റ് ഈ പിള്ളേർ ഇപ്പോൾ കട്ടേൽമെൻറ്റ് ലെറ്റേഴ്സ് വന്നിട്ട് ട്രാപ്പിലായിരിക്കുന്ന പിള്ളേരെ പോലെ നമ്മൾ ട്രാപ്പിലാവരുത്. നമുക്ക് പ്ലാൻ ബിയിലൂടെയും പ്ലാൻ സിയിലൂടെയും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. UK വരാൻ നിൽക്കുന്നവരും വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുമോ, പാർട്ട് ടൈം കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്ക് എങ്ങനെ അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ, അതുപോലെ നിങ്ങൾക്ക് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടണം. നമുക്ക് അതിന് നല്ല യൂണിവേഴ്സിറ്റി വേണം. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സും ഏജൻറ്റും പറയുന്നത് വിഴുങ്ങി കഴിഞ്ഞാൽ അവരുടെ കമ്മീഷൻ
കൂടിയ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരാം. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുക എനിക്ക് പറ്റിയ യൂണിവേഴ്സിറ്റീസ് ഏതാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് UK വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട പൈസ, ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ച് കിട്ടണം. അതിന് പറ്റിയ യൂണിവേഴ്സിറ്റിയിൽ എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല പഠിപ്പിയാണ്, നല്ല ഒരു ഓക്കെ ഏത് യൂണിവേഴ്സിറ്റി ആയാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പഠിക്കും, ഞാൻ വിജയിക്കും എന്ന് ഉറപ്പുള്ളവർ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റി നോക്കി ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കണം? പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടണമെങ്കിൽ പാസ്സാവുന്ന യൂണിവേഴ്സിറ്റി വേണം, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വേണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ എങ്ങനെ എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യണം അഡ്മിഷൻ എടുക്കാനോ ഇല്ലെങ്കിൽ ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ തന്നെ റിസർച്ച് ചെയ്യുക. അതിനെന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾ ഏത് ഏജൻസി ത്രൂ പോക്കോ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് പോവുക. ഇപ്പോൾ ഞങ്ങൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ കൂടി നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ.